നമസ്കാരം, ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് 8 മെൻസുറേഷൻ എന്ന ചാപ്റ്ററിലെ സോളിഡ് ഷേപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ആയി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഫിഗേഴ്സും അതിൻ്റെ ഏരിയ കാണേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമ്മൾക്ക് സോളിഡ് ഷേപ്പും അതിൻ്റെ സർഫസ് ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വോളിയം പിന്നെ കപ്പാസിറ്റി ഇവയൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻസും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനുമാണ് ഇനി വരുന്നത്. സോ സോളിഡ് ഷേപ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ സോളിഡ് ഷേപ്പ് പലതരത്തിലുള്ള സോളിഡ് ഷേപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കാണുന്ന വസ്തുക്കളുണ്ട്. ഒരുപാട് വസ്തുക്കൾ സോളിഡ് ഷേപ്പുള്ള വസ്തുക്കൾ തന്നെ നമ്മൾക്ക് അറിയാവുന്നതാണ്. അതിനുള്ള എക്സാമ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഒരു സോളിഡ് ഷേപ്പിന് എക്സാമ്പിൾ ആയിരിക്കും അധികം. സോ നമ്മൾക്ക് നോക്കാം സോളിഡ് ഷേപ്പ്. ഫസ്റ്റ് ക്യൂബോയിഡ് എടുക്കാം. നമ്മൾക്ക് ക്യൂബോയിഡ് എന്താണ്? ക്യൂബോയിഡിന് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ടൂത്ത് പേസ്റ്റ് ക്യൂബോയിഡിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സോപ്പിന്റെ കവറ് അതൊരു ബോക്സ് പോലെയാണ് ഉണ്ടാവുക. അതൊരു ക്യൂബോയിഡ് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ദെൻ നമ്മൾ കാണുന്ന ബോക്സ് ഒക്കെ ക്യൂബോയിഡിന് എക്സാമ്പിൾ ആണ്. ചില കേസിൽ ക്യൂബായിട്ട് വരുന്നുണ്ട്. ദെൻ ക്യൂബോയിഡും അതിൻ്റെ ഫേസ്, ഇവിടെ ഫേസ് തന്നിട്ടുണ്ട്. ദെൻ വെർട്ടെക്സ്, ദെൻ എഡ്ജ്, ഇവയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു ക്യൂബോയിഡിന് എത്ര എഡ്ജ് ഉണ്ട്, അതുപോലെ ഫേസ് ഉണ്ട്. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ദെൻ ഇവിടെ ഫിഗറായിട്ട് കൊടുത്തിട്ടുള്ളത് ക്യൂബോയിഡ്, സിലിണ്ടർ, കോൺ, ക്യൂബ്, പിരമിഡ്, അതുപോലെ സ്പിയറും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ദെൻ നമുക്ക് ക്യൂബോയിഡ് എടുത്താൽ അതിൻ്റെ ഫേസ് എന്താണ് എന്ന് നോക്കാം. ഇവിടെ ക്യൂബോയിഡൽ ബോക്സ് എടുത്തിട്ടുണ്ട്. ആ ബോക്സിന് നമ്മൾ അതിൻ്റെ ഫേസ് ഇളക്കി മാറ്റിയാൽ ഫേസസ് മാത്രം നമ്മൾ അതിനെ ഇളക്കി മാറ്റിയാൽ എന്താണ് അതിൻ്റെ ഷേപ്പും എത്ര ഫേസ് ഉണ്ട് എന്നും നോക്കാനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുള്ളത്. നോക്കാം. Then all 6 faces are rectangular and opposite faces are identical. So there are 3 pair of identical face ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഫേസ്? ഫേസ് എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ബോയിഡൽ മാതൃകയിലുള്ള ഇതെടുത്താൽ ഇത് ഒരു ഫേസ് ആണ്. അതായത് ഫ്ലാറ്റ് സർഫസിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇത്തരത്തിലുള്ള 6 ഫേസസ് ആണുള്ളത്. ഇതിൻ്റെ ടോപ്പും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബോട്ടം 2 ആയി. ദെൻ സൈഡ് ഭാഗത്ത് 2 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതും, അതുപോലെ ഈ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഫേസും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ഉണ്ട്. 3 പെയർ ഓഫ് ഫേസസ് ഉണ്ട്. അതായത് എന്തുമായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ഈ ഒരു ഫേസിന് ഐഡന്റിക്കൽ ആയിട്ടാണ് ഇത് വരുന്നത്. രണ്ടും ഈക്വൽ ആണ്. ലെങ്ത്തും അതുപോലെ അതിൻ്റെ ബ്രെഡ്ത്തും ഒക്കെ ഈക്വൽ ആണ്. ദെൻ ഈ ഒരു ഫേസിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു ഫേസ്, ഐഡന്റിക്കൽ ആണ്. അതുപോലെ തന്നെ ടോപ്പിന് ഐഡന്റിക്കൽ ആയിട്ട് ബോട്ടവും വരുന്നുണ്ട്. അങ്ങനെ 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസസ് ക്യൂബോയിഡൽ ബോക്സിനുണ്ട്. അതുപോലെ ഫേസ് ഏത് ഷേപ്പിലാണ് വരുന്നത്? ഇത് ഏത് പ്ലെയിൻ സർഫസ് ആണ്, ഫ്ലാറ്റ് സർഫസ് ആണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വരുന്നത് ക്യൂബോയിഡൽ ബോക്സിൽ. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓൾ 6 ഫേസസ് ആ റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ടോട്ടൽ 6 ഫേസ് ഉണ്ട്. ഒരു ക്യൂബോയിഡൽ ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിന് 6 ഫേസ് ഉണ്ടായിരിക്കും. ആ 6 ഫേസിൻ്റെയും ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ്. അതുപോലെ 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസ് ഉണ്ട്. 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസ് ഉണ്ടായിരിക്കും ഇൻ ക്യൂബോയിഡൽ ബോക്സ്. ക്യൂബോയിഡിന്റെ കേസിലാണ് ഇത് പറഞ്ഞത്. സോ നമ്മൾക്ക് നെക്സ്റ്റ് നോക്കുന്നത് ക്യൂബ് നോക്കാം.
ക്യൂബ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ക്യൂബ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഡൈസ് കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൈസ്, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന റുബിക്സ് ക്യൂബ് നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ 3 to 3 റുബിക്സ് ക്യൂബൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ക്യൂബിന് എക്സാമ്പിളാണ്. സോ ക്യൂബും ഇതുപോലെ ക്യൂബിക്കൽ ബോക്സും നമ്മൾക്ക് ഇതുപോലെ ക്യൂബോയിഡൽ പറയുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൻ്റെ ഫേസ് ഒക്കെ മാറ്റി നിർത്തിയാൽ അതിന് എത്ര ഫേസ് ഉണ്ട് എന്ന് ഈ ഒരു ഫിഗറിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓൾ 6 ഫേസസ്, ഇതിനും എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസ് ആണ് ഇതിനുമുള്ളത്. അതായത് ക്യൂബോയിഡിനെ പോലെ തന്നെ ക്യൂബിനും 6 ഫേസ് ആണുള്ളത്. ടോപ്പ് ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ബോട്ടവും, അതുപോലെ സൈഡ് 2 പെയർ ഓഫ് സൈഡ് ഫേസസ് ഉണ്ട്. ഈ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ട് അതിന് തൊട്ട് പുറകിലത്തെ സൈഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫേസസ് ആണ്. അങ്ങനെ 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ഉണ്ട്. അതുപോലെ ഇവ എല്ലാ ഫേസും ഇതിൽ എന്താണ്? ഐഡന്റിക്കലുമാണ്. അതുപോലെ പിന്നെ ഇതിൻ്റെ ഷേപ്പ്, ഓരോരോ ഫേസും എന്താണ്? സ്ക്വയറുമാണ്. സ്ക്വയറാണ് ഫേസസ്. ഓൾ 6 ഫേസസ് ആ സ്ക്വയറാണ്. ക്യൂബിൻ്റെ കേസിൽ വരുമ്പോൾ എല്ലാ ഫേസും, അതായത് 6 ഫേസും സ്ക്വയറുമാണ്. വേറെ എന്തും കൂടിയാണ്? ഐഡന്റിക്കലുമാണ്. സ്ക്വയറുമാണ്, ഐഡന്റിക്കലുമാണ്. അപ്പോൾ ക്യൂബിന് 6 ഫേസ് ഉണ്ട്, പിന്നെ അത് എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ദെൻ ഐഡന്റിക്കലുമാണ്, സ്ക്വയറുമാണ്, ഐഡന്റിക്കലുമാണ്. ദെൻ ക്യൂബോയിഡിലാണെങ്കിൽ 6 ഫേസ് ഉണ്ട്. ദെൻ എന്തായിരിക്കും? അതും റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ക്യൂബോയിഡിന്റെ കേസിൽ വരുന്നത്. ദെൻ അതിൽ 3 പെയർ ഓഫ് ഐഡന്റിക്കൽ ഫേസസ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് സിലിണ്ടർ എന്താണെന്ന് നോക്കാം. സിലിണ്ടർ നമ്മുടെ എന്താ പറയുക, ബാഡ്മിൻ്റൻ്റെ കോക്കൊക്കെ വരുന്നത് ഒരു സിലിണ്ടർ പെട്ടിയിലായിരിക്കും. സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പെട്ടിയിൽ വരാറുണ്ട്. ദെൻ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തൊരു ബിസ്ക്കറ്റ്, അതുപോലെ ബിസ്ക്കറ്റിൻ്റെ കവർ, വാട്ടർ ബോട്ടിൽ. ചില ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ റൗണ്ട് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ബോക്സിൽ ഉണ്ടാവാറുണ്ട്. ദെൻ അതുപോലെ ചില വാട്ടർ ബോട്ടിൽ എന്തായിരിക്കും? സിലിണ്ടർ ഷേപ്പിലുള്ളതായിരിക്കും. സോ സിലിണ്ടറിന്റെ ഫേസ് നമുക്ക് നോക്കാം. സിലിണ്ടറിന് 2 ടൈപ്പ് ഓഫ് ഫേസ് ആണ് ഉള്ളത്. ഒന്ന് സിലിണ്ടറിക്കൽ ബോക്സ്, നമ്മൾ ടോപ്പും ബോട്ടവും സിലിണ്ടറിന്റെ ടോപ്പ് ഫേസ് ഒന്ന് ഇളക്കി മാറ്റി, അതുപോലെ ബോട്ടം ഫേസ് ഇളക്കി മാറ്റിയാൽ എന്താണ് അത് ഷേപ്പ് ഉള്ളത്? സർക്കുലർ ബേസ് ആണ് വരുന്നത്. സർക്കുലർ ഫേസ് ആണ് വരുന്നത്. സർക്കുലർ ആകൃതിയിലുള്ള സർഫസ് ആണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ ആ സർക്കുലർ ആകൃതിയിലുള്ള ഫേസ് ആണ് ബോട്ടത്തിലും അതുപോലെ ടോപ്പിലും വരുന്നത്. ദെൻ എന്തുകൂടെ വരുന്നത്? കർവ്ഡ് സർഫേസ് ആകൃതിയിലുള്ള ഒരു ഫേസും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഫേസ് ആണ് സിലിണ്ടർ ബോക്സിനുള്ളത്. ടോട്ടൽ 3 ഫേസ് ആണ് സിലിണ്ടറിക്കൽ ബോക്സിനുള്ളത്. ഇവിടെ പറയുന്നുണ്ട് 1 കർവ്ഡ് സർഫേസ്, ഒരു കർവ്ഡ് സർഫേസ്. അതായത് കർവ്ഡ് സർഫേസ് എന്ന് വെച്ചാൽ ഇതറിയാം നിങ്ങൾക്ക്, ഇതിന് ചുറ്റും വരുന്നത് കർവ്ഡ് സർഫേസ് ആൻഡ് 2 സർക്കുലർ ഫേസസ് ആണ്. അതായത് ടോപ്പിലും ബോട്ടത്തിലുമുള്ള ആ ഫ്ലാറ്റ് ഫേസ് ആണ് ഇവിടെ സർക്കുലർ ഫേസ് ആയിട്ട് വരുന്ന 2 ഫേസസ്. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫേസ് ആണ്, ഇത് കർവ്ഡ് ആയിട്ടുള്ള ഫേസ് ആണ്. സോ വിച്ച് ആർ ഐഡന്റിക്കലി, സർക്കുലർ ഫേസസ് എന്താണ്? ഐഡന്റിക്കൽ ആണ്. ദ സർക്കുലർ ബേസ് ആൻഡ് ടോപ്പ് ആർ ഐഡന്റിക്കൽ. അങ്ങനെ സിലിണ്ടറിക്കൽ ബോക്സിന് 3 ഫേസസ് ആണ് ഉള്ളത്. 3 ഫേസസ് ആണ് സിലിണ്ടറിക്കൽ ബോക്സിനുള്ളത്. നെക്സ്റ്റ്
കോണാണ് വരുന്നത്. കോൺ അതുപോലെ തന്നെ 2 ഫേസ് ആണുള്ളത്. ഒന്ന് കർവ്ഡ് ഫേസും ദെൻ ഫ്ലാറ്റ് ഫേസ് ആയിട്ടുള്ള ഒരു ഫേസും കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് സർക്കുലർ ഫേസ്. അങ്ങനെ 2 ഫേസ് ആണ് കോണിന് വരുന്നത്. ദെൻ പിരമിഡിന് എത്ര ഫേസ് ഉണ്ടാവും? പിരമിഡ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, മുന്നേ പഠിച്ചതാണ്, കൂടുതലായിട്ട് പറയുന്നില്ല. ഇതിന് 5 ഫേസ് ആണ് വരുന്നത്. ഒന്നുകിൽ അതിൻ്റെ ബേസ് ഭാഗം ബോട്ടം ഭാഗത്ത് റെക്ടാങ്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഫ്ലാറ്റ് ഫേസും ദെൻ ഫോർ കർവ്ഡ് അല്ല, ഇത് ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. അങ്ങനെ 4 ഫേസുമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ പിരമിഡിന് ടോട്ടൽ 5 ഫേസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇതിന്റെ വേർട്ടെക്സും അതുപോലെ എഡ്ജസും കൂടെ ഇവിടെ പറയുന്നുണ്ട്. വേർട്ടെക്സ് അറിയാം, ഈ 3 എഡ്ജസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന, എഡ്ജസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. എഡ്ജസ് എന്താണ്? 2 ഫേസസ് തമ്മിൽ ഒന്നിച്ചു ചേരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഓരോരോ ഫേസ്, അപ്പോൾ 2 ഫേസ് ചേരുമ്പോൾ അവിടെ ഒരു ലൈൻ ഫോം ചെയ്യും. 2 ഫേസ് ചേരുമ്പോൾ അവിടെ ഒരു ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. ഈ ലൈനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എഡ്ജസ് തമ്മിൽ 2ഉം 3ഉം എഡ്ജസ് ഒക്കെ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജും വെർട്ടെക്സും. ഓക്കെ, നോക്കുകയാണെങ്കിൽ ക്യൂബോയിഡിൽ എത്ര വെർട്ടെക്സ് ഉണ്ടാവും? 8 വെർട്ടെക്സ് ആണുള്ളത്. അതുപോലെ തന്നെ ക്യൂബിലും സെയിം തന്നെയാണ്, ഫേസും വെർട്ടെക്സും അതുപോലെ എഡ്ജും ക്യൂബോയിഡിലും സെയിം തന്നെയാണ്. ക്യൂബോയിഡിൽ നമുക്ക് കുറച്ചും കൂടെ തെളിഞ്ഞു കാണാം. വെർട്ടെക്സ് നോക്കാം. 1 2 3 4 5 6 7 8, അങ്ങനെ 8 വെർട്ടെക്സ് ഉണ്ട്. ദെൻ ക്യൂബിലും അതുപോലെ തന്നെ 8 വെർട്ടെക്സ് കാണാം. ദെൻ എഡ്ജസ് 8 വെർട്ടിസസും അതുപോലെ തന്നെ എഡ്ജസ് എത്രയാണ് എന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 എഡ്ജസ് ഉണ്ട്. ക്യൂബോയിഡിൽ 12 എഡ്ജസ് ഉണ്ട്. ക്യൂബിലും അതുപോലെ സെയിം തന്നെയാണ് എഡ്ജസ്, 12 എഡ്ജസ് തന്നെയാണ് ക്യൂബിലും. വെർട്ടിസസ് 8 വെർട്ടിസസ് ആണ്, എഡ്ജസ് 12 എഡ്ജസ്. സോ ക്യൂബിലും ക്യൂബോയിഡിന്റെയും എഡ്ജസ് അതുപോലെ ഫേസും നമുക്കറിയാം. ഫേസ് എത്രയായിരുന്നു? ഫേസ് ഈക്വൽ ടു 6 ഫേസ്, 8 വെർട്ടിസസ് ആൻഡ് 12 എഡ്ജസ്. ക്യൂബിലും അതെ, ക്യൂബോയിഡിലും അതെ. നെക്സ്റ്റ് സിലിണ്ടറിൽ എത്രയാണെന്ന് നോക്കാം. സിലിണ്ടറിന് എത്ര എഡ്ജസ് ഉണ്ട് എന്ന് ഇവിടെ നോക്കാം. സിലിണ്ടറിന് 3 ഫേസ് ആണുള്ളത്. 2 സിലിണ്ടർ സർക്കുലർ ഫേസും അതുപോലെ തന്നെ 1 കർവ്ഡ് ഫേസും. അങ്ങനെ 3 ഫേസ് ആണ് സിലിണ്ടറിനുള്ളത്. ദെൻ എഡ്ജസ് 1 2 എഡ്ജസ് ആണുള്ളത്. അതായത് ഈ സർക്കുലർ ഫേസും കർവ്ഡ് ഫേസും തമ്മിൽ ചേരുന്ന ആ ഒരു ലൈനാണ് എഡ്ജസ് എന്ന് പറയുന്നത്. ഈയുടെ 1 എഡ്ജ് ഉണ്ട്, അതിന് നേരെ താഴെ ബോട്ടത്തിലും വേറൊരു എഡ്ജ് ഉണ്ട്. അങ്ങനെ 2 എഡ്ജസ് ആണുള്ളത്. സിലിണ്ടറിന് 2 എഡ്ജസ് ആണുള്ളത്. വെർട്ടെക്സ് നോക്കുകയാണെങ്കിൽ ഇതിന് വെർട്ടെക്സ് കാണാൻ കഴിയുകയില്ല, കാരണം ഇവ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ല. എഡ്ജസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ല. സോ വെർട്ടെക്സ് ഇല്ല, സിലിണ്ടറിന് വെർട്ടെക്സ് ഇല്ല. ദെൻ പിരമിഡ് നോക്കുകയാണെങ്കിൽ ഫേസ് 5 ഫേസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. 1 2 3 4 5 ഫേസ് ആണ് പിരമിഡിന്റെ കേസിൽ വരുന്നത്. അതുപോലെ തന്നെ
വെർട്ടെക്സ് നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കുലർ ഫേസ്, ഇത് ട്രയാങ്കുലർ ഫേസ് 4 ട്രയാങ്കുലർ ഫേസ് ആണുള്ളത്. ഈ ട്രയാങ്കുലർ ഫേസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്, ഫേസിന്റെ എഡ്ജസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് മാത്രം, ആ ഒരു പോയിന്റും ദെൻ ഇതിന്റെ ബേസിൽ ബോട്ടത്തിൽ 4 വെർട്ടെക്സും ഉണ്ട്, 4 വെർട്ടെക്സും ഉണ്ട്. 1 2 3 4, then ഈ വണ്ണും കൂടെ ചേർന്നാൽ എത്രയായി? 5 വെർട്ടിസസ് ഉണ്ട്, 5 വെർട്ടിസസ്, 5 വെർട്ടിസസ് ആണ് പിരമിഡിലുള്ളത്. ദെൻ എഡ്ജസ് നോക്കുമ്പോൾ 1 2 3 4 ഈ ഒരു ഫ്ലാറ്റ് ഫേസസും ഫേസും, അതായത് ബേസിലുള്ള ഒരു ഫേസും, ഫേസസിന് 4 എഡ്ജും, ദെൻ ട്രയാങ്കുലർ ഫേസിന്റെ 4 ട്രയാങ്കുലർ ഫേസിന്റെ എഡ്ജസും തമ്മിൽ ഇത് എത്രയാണ്? 1 2 3 4, അങ്ങനെ ടോട്ടൽ 8 എഡ്ജസ് ഉണ്ട്. 8 എഡ്ജസ് ആണ് പിരമിഡിനുള്ളത്. ബേസിലുള്ള 4ഉം ട്രയാങ്കുലർ ഫേസിന്റെ 4 എഡ്ജസും ചേർന്ന് ടോട്ടൽ 8 എഡ്ജസ് ആണുള്ളത് പിരമിഡിൽ. അപ്പം അങ്ങനെ 5 ഫേസും 5 വെർട്ടിസസും 8 എഡ്ജസും. ദെൻ കോണിന്റെ കേസിലാവുമ്പോൾ ഇതിൽ വെർട്ടിസസ്, ഒരു വെർട്ടിസസ് മാത്രമേ ഉള്ളൂ, സോറി ഒരു വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ദെൻ ഫേസ് ഒരു സർക്കുലർ ഫേസും 1 കർവ്ഡ് ഫേസുമാണ്. അങ്ങനെ 2 ഫേസ് ആണുള്ളത്, 2 ഫേസ്. ദെൻ എഡ്ജസ് 1 എഡ്ജ് ആണുള്ളത്. ഇതൊരു കർവ്ഡ് ആണ്. ഇത് നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇവിടെ വരയ്ക്കുന്ന ആ ഒരു ഫിഗറിൽ കാണുമ്പോൾ ലൈനായിട്ട് തോന്നാം, നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ഇത് വരുമ്പോൾ ഇതൊരു കർവ്ഡ് ഫേസ് ആണ്. സോ ഇവിടെ ഒരു എഡ്ജ് ഇല്ല, ഈ ഒരു സർക്കുലർ ഫേസിൽ മാത്രമേ എഡ്ജ് ഉള്ളൂ. സർക്കുലർ ഫേസും ഇവ തമ്മിൽ യോജിക്കുന്ന ആ ഒരു ബേസ് പോർഷനിൽ മാത്രമേ എഡ്ജസ് ആയിട്ടുള്ളൂ. ബോട്ടം വരുന്ന ആ ഒരു ഫേസിലാണ്, ആ ഒരു സർഫസിലാണ് എഡ്ജ് വരുന്നത്. സോ 1 എഡ്ജ് മാത്രമേ കോണിലുള്ളൂ. കോണിൽ 1 എഡ്ജ് ആണുള്ളത്. അടുത്തതായി 2 ടൈപ്പ് ഓഫ് സിലിണ്ടറിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് സെക്കൻഡ് നോട്ട് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഇങ്ങനെ 2 തരത്തിലുള്ള സിലിണ്ടർ ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് നോക്കാം. റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം സിലിണ്ടറിന് 3 ഫേസ് ആണുള്ളത്. ഒരു കർവ്ഡ് ഫേസും അതുപോലെ തന്നെ 2 സർക്കുലർ ഫേസുമാണ് ഉള്ളത്. സർക്കുലർ ഫേസ് ഒന്ന് മുകളിലും ടോപ്പിലും അതുപോലെ തന്നെ ബോട്ടത്തിലുമാണ് വരുന്നത്. അപ്പൊ ഈ സർക്കുലർ ഫേസിന് ഒരു സെന്റർ ഉണ്ടാവും, 2 സർക്കുലർ ഫേസിനും സെന്റർ ഉണ്ടാവും. അപ്പോൾ ആ സെന്ററുകൾ തമ്മിൽ യോജിപ്പിച്ച് ഒരു ലൈൻ നമ്മൾ സെന്ററുകൾ തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ കൊണ്ട് യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനെ എന്ത് പറയുന്നു? റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് പറയുന്നു. കാരണം ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ സെന്ററിലേക്ക് കൂടെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ. ഈ 2 സർക്കുലർ ഫേസിന്റെ സെന്റർ എടുത്തിട്ട് അതിലൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ ഒരു 90 ഡിഗ്രി ഫോം ചെയ്യുന്നു. അതിനാൽ തന്നെ അതിനെ എന്ത് പേര് വെച്ച് വിളിക്കാം? റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്ന് വിളിക്കാം. ദെൻ അടുത്തത് നോട്ട് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അതായത് ഇവയ്ക്കും 2 സെന്റർ ഉണ്ടാകും. ഈ രീതിയിലുള്ള സിലിണ്ടറിന്റെ സർക്കുലർ ഫേസിനും സെന്റർ ഉണ്ട്. ബട്ട് അവ തമ്മിൽ ഒരു ലൈൻ യോജിപ്പിക്കുകയാണെങ്കിലും എന്താവൂല? 90 ഡിഗ്രി ഫോം ചെയ്യുന്നില്ല. 90 ഡിഗ്രി ആണോ ഇത്? അല്ല, ഇത് 90 ഡിഗ്രി ഫോം ചെയ്യുന്നില്ല. സോ ഇതിനെ
പറയുന്നതാണ്. ഇതറിയപ്പെടുന്നതാണ് നോട്ട് എ റൈറ്റ് സർക്കുലർ, നോട്ട് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഒന്ന് ഇവിടെ രണ്ട് സെന്ററുകൾ തമ്മിൽ, ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും സർക്കുലർ ഫേസ് തമ്മിലെ ആ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, പെർപെൻഡിക്കുലർ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്. അതാണ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ബട്ട് ഈ ഒരു കേസിൽ അവ തമ്മിലുള്ള സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്ത് ഫോം ചെയ്യുന്നില്ല? 90 ഡിഗ്രി ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് അറിയപ്പെടുന്നതാണ് നോട്ട് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. സോ ഇതാണ് ടു സിലിണ്ടേഴ്സിനെ കുറിച്ച് ഈ ഒരു പോർഷനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് നോക്കേണ്ടത് സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്, ക്യൂബോയിഡ് ആൻഡ് സിലിണ്ടർ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് സർഫസ് ഏരിയയെ കുറിച്ച് ചർച്ച ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.